ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ കുടിയേറ്റവും പൗരത്വവുമാണ്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള എക്സിക്യൂട്ടീവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചെങ്കിൽ പ്രതിഷേധത്തെ തുടർന്ന് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിയമപരമായ പോരാട്ടം തുടരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ബർത്ത് റൈറ്റ്, സിറ്റിസൺഷിപ്പ് അഥവാ ജന്മാവകാശ പൗരത്വം യുഎസിലേക്ക് കുടിയേറിയവരെയും അമേരിക്കക്കാർ അല്ലാത്തവരെയുമാണ് ബാധിക്കുക. മാതാപിതാക്കളുടെ പൗരത്വമോ ദേശീയതയോ ഇമിഗ്രേഷൻ നിലയോ പരിഗണിക്കാതെ അമേരിക്കയിൽ ജനിച്ച ആർക്കും സ്വാഭാവിക പൗരത്വം ലഭിക്കും എന്നതാണ് ജന്മാവകാശ പൗരത്വം. 1868 ഈ വ്യവസ്ഥ നിലവിൽ വന്നത്. അമേരിക്കൻ ഭരണഘടനയിലെ 14ാം ഭേദഗതിയിലാണ് ഇത് ഉറപ്പ് നൽകുന്നത്. US പൗരന്മാരല്ലാത്ത മാതാപിതാക്കൾക്ക് US വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന പൗരത്വം നിർത്തലാക്കുന്നതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ്. US ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും US പൗരനോ ഗ്രീൻ കാർഡ് ഹോൾഡറോ ആയിരിക്കണം, അല്ലെങ്കിൽ US സൈന്യത്തിലെ അംഗമോ ആയിരിക്കണം. ഭാവിയിൽ ട്രംപിന്റെ ഉത്തരവ് അംഗീകരിക്കപ്പെട്ടാൽ 2025 ഫെബ്രുവരി 19 അതിനുശേഷമോ ഒരു US പൗരനോ നിയമപരമായി സ്ഥിരതാമസക്കാരായ മാതാപിതാക്കൾക്കോ അല്ലാതെ US ജനിക്കുന്ന കുട്ടികളെ മാത്രമേ നിരോധനം ബാധിക്കുകയുള്ളൂ. ജോലി വിസ, സ്റ്റുഡന്റ് വിസ, ടൂറിസ്റ്റ് വിസ എന്നിവയിൽ രാജ്യത്ത് താൽക്കാലികമായി കഴിയുന്ന അമ്മമാരുടെ കുട്ടികൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്ന സാരം. ജന്മാവകാശ പൗരത്വം നിഷേധിക്കപ്പെടുന്ന കുട്ടികൾക്ക് അവരുടെ കോളേജ് ട്യൂഷൻ ഫീസ് കൂടുതലായിരിക്കും. പൗരത്വം ആവശ്യപ്പെടുന്ന ജോലികൾക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാകില്ല. ഈ രണ്ടുമാണ് ട്രംപിന്റെ ഉത്തരവ് നിലവിൽ വന്നാൽ ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ US വെച്ച് കുട്ടി ജനിച്ചാൽ അത് മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വ ബോധം നൽകും. കാരണം അവരുടെ കുട്ടി ഒരു US പൗരനാണ്. അതിൻ്റെ എല്ലാ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും അർഹനുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സേവനങ്ങൾ എന്നിവയെല്ലാം അവർക്ക് ലഭിക്കും. US പൗരന്മാരായതിനാൽ ഈ കുട്ടികൾക്ക് 21 വയസ്സ് തികയുമ്പോൾ നിയമപരമായ സ്ഥിരതാമസത്തിനായി അവരുടെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാനും കഴിയും. എന്നാൽ ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫെബ്രുവരി 19 അവസാനിക്കും. അമേരിക്കയിൽ അനധികൃതമായി കടന്നുകൂടുന്നവർക്ക് ഇവിടെ വെച്ച് കുട്ടികളുണ്ടായാൽ അത് നിയമപരമല്ല എന്ന വാദമാണ് പ്രധാനമായും തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ നിയമപരമായി വന്നവരെയും ഈ നിയമങ്ങൾ ബാധിക്കാമെന്ന രീതിയിൽ അത് വ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ട്രംപിന്റെ പുതിയ ഉത്തരവ് അമേരിക്കയിലേക്ക് നിയമപരമായി എത്തിയവരെയും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, അതായത് പെർമനന്റ് റെസിഡൻസിലുള്ള ആളുകളെയും ബാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതലായും ഇത് ബാധിക്കുന്നത് ജോലിക്ക് വേണ്ടി H1 വിസയിലും L1 വിസയിലും അനധികൃതമായി കുടിയേറിയിട്ടുള്ളവർക്കും വിസിറ്റിങ്ങിന് വന്ന് പ്രസവിക്കുന്ന ആൾക്കാരെയുമാണ് ബാധിക്കുക. ട്രംപ് കൊണ്ടുവന്ന പുതിയ നിയമത്തിനെതിരെ വാഷിംഗ്ടൺ സംസ്ഥാനത്തെ സിയാറ്റിൽ ഫെഡറൽ കോടതി 14 ദിവസത്തേക്ക് മരവിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ട്രംപ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ബർത്ത് റൈറ്റ്, സിറ്റിസൺഷിപ്പ് അമേരിക്കയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇങ്ങനെയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.